തിരുവനന്തപുരം മ്യൂസിയത്തിലുള്ള രണ്ട് സിംഹങ്ങൾ, അവർക്കുണ്ടായ രണ്ട് മക്കൾ, അവരുടെ ഭക്ഷണം അവർ കൃത്യമായിട്ട് എടുക്കുന്നില്ല, അവരുടെ ജീവൻ ആപത്തിലാണ് എന്നുള്ള തരത്തിൽ. പക്ഷെ ആ വാർത്ത വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ സംരക്ഷണത്തിന് ഈ സൂവിലുള്ള പ്രവർത്തിക്കുന്ന അധികൃതർ ഒന്നടങ്കം ഒറ്റക്കൈയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് കണ്ടത്. നമ്മൾ അന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ലിയോ, നൈല എന്ന് പറയുന്ന സിംഹക്കുട്ടികളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നുവെങ്കിൽ പോലും അവരെ പരിപാലിക്കുന്ന രീതികൾ നമ്മൾ കണ്ടു. അന്ന് അതായത് ഈ കുട്ടികൾ പിറന്ന് 2-ാം ദിവസം മുതൽ ആ കുട്ടികളുടെ പരിപാലനമൊക്കെ ഏറ്റെടുക്കുന്നത് കൂട്ടത്തിലുള്ള ഒരാൾ അനിൽ തന്നെയാണ്. ചേട്ടാ, ഈ പറയുന്ന കുറെ ആളുകൾ ചേട്ടനെ അനുമോദിക്കുന്നത് അടക്കം കണ്ടു. അതായത് ഈ കുഞ്ഞുങ്ങളുടെ 2-ാമത്തെ ദിവസം മുതൽ ഒപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഇവരുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില? ഇപ്പോഴത്തെ ആരോഗ്യനില ഏകദേശം നല്ല ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെ കാട്ടി. കാരണം ഇവർക്ക് ജനിച്ചപ്പോഴേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നല്ല മാറി അത്യാവശ്യം ഹെൽത്തിയാണ് അവർ. നമ്മള് മുന്നിലെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇവര് ജീവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതായത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഇവരെയെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ആദ്യ ദിവസം ഈ കുഞ്ഞുങ്ങളെ കാണാൻ വന്നപ്പോൾ ചേട്ടനെ കണ്ടിരുന്നു. അന്ന് കണ്ട ചേട്ടന്റെ മുഖത്തിൽ നിന്ന് ഇന്നൊരു സന്തോഷം ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? റിയാക്ഷൻ എന്ന് പറയുന്നത് അവര് വളർന്നു വരുന്നത് കൊണ്ട് അവർ ബെറ്റർ, ഹെൽത്ത് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അവര് ഇപ്പം കുറച്ച് കുട്ടികളല്ലേ, ഇപ്പം കുട്ടികളെ രീതിക്കുള്ള കളികളൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ പല്ലൊക്കെ ഏകദേശം പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടുണ്ട്, നഖവും അതുപോലെ വളർന്നു കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ അടുത്ത് കളിച്ചിരുന്നാലും പിടിച്ചാലൊക്കെ നമുക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നമ്മുടെ അടുത്ത് അവർക്ക് സ്നേഹമാണ് കുട്ടിത്തം, അത് വിട്ട് മാറത്തില്ല. ഇനി ഇതെല്ലാം മാറി വരണമെങ്കിൽ 1-2 വർഷം എടുക്കുമ്പോഴേ അവരെ കളികളൊക്കെ മാറിയിട്ട് കുറഞ്ഞിട്ട് അവർ മെച്ചൂരിലോട്ട് വരും. മെച്ചൂരിലോട്ട് വരുമ്പോഴേ സിംഹത്തിന്റെ ഗൗരവത്തിലേക്ക് അവരെത്തി. ഇപ്പം കുട്ടികളെ പോലെ തന്നെയാണ് അവർ, വളരെ എപ്പോഴും കളിയാണ് നമ്മുടെ കൂട്ടത്തൊക്കെ, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാലോ. ആ ഒരു സമയം ചേട്ടൻ ആലോചിക്കുമ്പോ എങ്ങനെയുണ്ട്? ആ ഒരു സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ചൊരു സമയമായിരുന്നു നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം ഡേ മാത്രമല്ല നൈറ്റും മറ്റേ അതുപോലെ തന്നെയാണ് ഫീമെയിൽ ഇടയ്ക്ക് വെച്ചിട്ട് തീരെ അവശതയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രക്ഷപ്പെടുമോ എന്ന് പോലും ഞങ്ങൾ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതത്രയും ഫുൾ ടൈം അതിന്റെ കൂട്ടത്താണ് 1 മണിക്കൂർ നോക്കി രാത്രി പോലെ ഉറക്കമില്ലാതെ മെഡിസിൻ കൊടുക്കുക, അതിന്റെ കൂട്ടത്തിരുന്ന് അത്രയും കെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ വളരെ വിഷമവും ദുഃഖവും ഉണ്ടായിരുന്നു, എന്നെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ടും അവർ ജീവിതത്തിലേക്ക് അവളെ തിരിച്ചെത്തി. അതിന് വളരെ സന്തോഷമുണ്ട്.